പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രിയും ദൈവം നമ്മെ സൂക്ഷിച്ചു. ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ നാം ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്ന വേദഭാഗം 2 കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളാണ്. അതിൽ 3-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു: അവൻ നിങ്ങളെ സംബന്ധിച്ച് ബലഹീനനല്ല. ആമേൻ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കുവാൻ നാം ദൈവം തിരഞ്ഞെടുത്തവരെ തന്നെ നോക്കുമ്പോൾ കൊലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്ത തിരഞ്ഞെടുത്തത് ഒരു ജഡം പോലും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കുവാനാണ്. അതുകൊണ്ട് നാം ബലഹീനരാണ്, ക്ഷീണിതരാണെന്ന് പറഞ്ഞ് മാറിയിരിക്കേണ്ട കാര്യമില്ല. നാം ദൈവത്തെ വിശ്വസിച്ച് ദൈവകൽപ്പന അനുസരിച്ച് നാം മുന്നോട്ട് പോകുവാൻ തയ്യാറായാൽ സ്വർഗം നമ്മോട് പറയുകയാണ്: ഞാൻ നിന്നെ സംബന്ധിച്ച് ബലഹീനനല്ല, നിന്നിൽ ശക്തൻ തന്നെ എന്ന്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് എന്താണ് പറയുന്നത്, അത് ഈ പ്രഭാതത്തിൽ നമുക്ക് ഏറ്റെടുക്കാം. വാത്സല്യ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, പൈതലേ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വേലക്കാരെ, വളരെ ശ്രദ്ധിക്കുക. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു പരാജിതയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ തെറ്റിപ്പോയി. യേശു പറയുന്നു, ഞാൻ നിങ്ങളെ സംബന്ധിച്ച് ബലഹീനൻ അല്ല എന്ന്. വചനം പറയുന്നു. ലൂക്കോസ് വിശേഷം മാത്രമല്ല, ആമീൻ, മറ്റുള്ള വേദഭാഗങ്ങൾ മുഴുവൻ നാം പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാണാൻ കഴിയും. അതിലൊരു ചിന്തയാണ് യോബിൻ്റെ പുസ്തകം 36-ന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു: അവൻ ആരെയും നിരസിക്കുന്നില്ല. ദൈവം ബലവാനാണ്, അത് ശരിയാണ്, എന്നാൽ ആരെയും നിരസിക്കുന്നില്ല. ആകാശത്തിൻ്റെ പരിണാം ചാണുകൊണ്ട് അളക്കുന്നവൻ, ആകാശത്തിൻ്റെ പൊടി, ഭൂമിയിലെ പൊടിയെ നാഴി കൊണ്ട് അളക്കുന്നവൻ, സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നവൻ, അവൻ നമ്മോട് പറയുന്നു: ദൈവവൈതലേ, നീ ഭാരപ്പെടേണ്ട, ഞാൻ നിന്നെ സംബന്ധിച്ച് ബലഹീനൻ അല്ല. അതുകൊണ്ട് ധൈര്യമായിരിക്കാം. നമ്മെ സംബന്ധിച്ച് യേശു ബലഹീനനല്ല. മോശ പോലും പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ മോശയിരുന്ന് കരയുകയാണ്, യോർദാൻ്റെ ചെങ്കട തീരത്തിരുന്ന്. എന്നാൽ ചെങ്കട തീരത്തിരിക്കുന്ന കരയുന്ന മോശയോട് ദൈവം ചോദിക്കുക: മോശെ, നീ എന്താ കരയുന്നത്? നിന്റെ കയ്യിൽ ഒരു വടിയിരിപ്പില്ലേ? ആ വടി നീട്ടി ചെങ്കടലിനെ വിഭാഗിക്കുക. യെശയ്യാപ്രവചനം 63-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ യഹോവയുടെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കരത്തിൽ ചെല്ലുമാറാക്കി. എൻ്റെ കേൾക്കുന്ന പിതാവേ, മാതാവേ, സഹോദര സഹോദരി, പൈതലേ, നിന്റെ മേൽ യഹോവയുടെ മഹത്വമുള്ള ഭുജം നിന്റെ കരത്തിൽ ഇറങ്ങി വരുന്ന ദിവസങ്ങളാണ് ഇന്ന് പകൽ എന്ന് ചിന്തിക്കുക. ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം, അവനൊരു ശാശ്വത നാമമുണ്ടാക്കുവാൻ അവൻ്റെ കരം ഇറങ്ങി വരും. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്: നിന്നാൽ ഞാൻ മതിൽ ചാടിക്കിടക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. നീ എൻ്റെ അന്ധകാരത്തെ മാറ്റും, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ധൈര്യമായിരിക്കുക. ഇന്ന് പകൽ കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. ധൈര്യമായിരിക്കുക. കർത്താവ് നിന്നെ ഒരിക്കലും കൈവിടുക ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നീ ഒരു പക്ഷേ രോഗിയായിരിക്കാം. നീ രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ മർക്കോസ് വിശേഷം 5-ാം അധ്യായം പഠിക്കുമ്പോൾ 24-ാമത്തെ വാക്യം മുതൽ നാം കാണുന്നത്, ശരീരത്തിൽ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിനെ കുറിച്ച് കേട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യമായത് നാം വായിക്കുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദര സഹോദരി, നീ ശരീരത്തിലോ മനസ്സിലോ സാമ്പത്തികമായോ ആത്മീയമായോ ഭൗതിക ഏതൊരു വിഷയത്തിലായാലും, വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിൽ, ജോലിയുടെ വിഷയത്തിൽ, ഭാവിയുടെ വിഷയത്തിൽ നീ ഭാരപ്പെട്ടിരിക്കുകയാണോ, ബലഹീനയായിരിക്കുകയാണോ? കർത്താവ് പറയുന്നു: ഞാൻ നിന്നെ സംബന്ധിച്ച് ബലഹീനനല്ല. ആ രക്തസ്രാവക്കാരി സ്ത്രീ പിന്നെ ബലഹീനയായിട്ടില്ല, അവൾ ശക്തിയായി തീർന്നതായി നാം ദൈവവചനത്തിൽ മനസ്സിലാക്കുന്നു. പ്രവൃത്തി 3-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം, സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടുവയ്ക്കാറുണ്ട്. അവൻ മുടന്തനാണ്, അവൻ എഴുന്നേറ്റിട്ടില്ല, ജന്മന അവൻ മുടന്തനാണ്.
എന്നാൽ പലരും അവന് പൈസ അവൻ്റെ ആവശ്യമായ ഭൗതിക നന്മകളിട്ട് പോയിടുന്നുണ്ട്. എന്നാൽ പത്രോസും യോഹന്നാനും ആ വഴി കടന്നു പോകുമ്പോൾ അവർ കാണുന്ന ഒരു കാര്യമുണ്ടെന്നാണെന്നറിയാമോ? അവർ പറയുന്നു, അവൻ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, അത് നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറയുകയാണ്. അവൻ എഴുന്നേറ്റ് കഴിയുന്നത് 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 3:16 അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇന്ന് നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. ജന്മനായി എഴുന്നേൽക്കാത്തവന് എഴുന്നേൽക്കാനുള്ള ആരോഗ്യം കിട്ടിയത്, നരിയാണിൽ ഉറയ്ക്കാനുള്ള ആരോഗ്യം കിട്ടിയത് അവൻ യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചപ്പോഴാണ്, യേശുവിൻ്റെ നാമത്തിൽ അവനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോഴാണ്. ഇന്ന് പകൽ ശ്രദ്ധിക്കണം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുന്നത്, ഈ ഇസ്മായേൽ എൻ്റെ മുമ്പിൽ അങ്ങ് ജീവിച്ചിരുന്നാൽ മതി, ഞാൻ വയസ്സനായി, ഇനി എനിക്കൊരു തലമുറവുണ്ടാകത്തില്ല എന്ന് അബ്രഹാം ചിന്തിച്ചാലും. ഉൽപ്പത്തി 17-ാം അധ്യായം 1-ാം വാക്യം മുതൽ പറയുന്നത്, ആമേൻ, നീ എൻ്റെ മുമ്പിൽ നിഷ്കളങ്കനായിരിക്കുക, നിർമ്മലനായിരിക്കുക. എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നമുക്കും നിഷ്കളങ്കരായി നിർമ്മതരായി ദൈവവചനമനുസരിച്ച് യേശുവിൻ്റെ ഹിതം മനസ്സിലാക്കി തിരുവെഴുത്ത് പറയുന്നത് പോലെ ആമീൻ നമുക്ക് യേശുവിനെ മനസ്സിലാക്കി അംഗീകരിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തി ജീവിക്കാം. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, അവൻ നമ്മെ സംബന്ധിച്ച്, നിങ്ങളുടെ വിഷയങ്ങളെ സംബന്ധിച്ച് യേശു ഒരിക്കലും ബലഹീനനല്ല, അവൻ ശക്തൻ തന്നെ. ശക്തനായവനെ എനിക്ക് വടിവ ചെയ്തിരിക്കുന്നെന്ന് നിന്നെ ആദരം കൊണ്ട് പറയുവാൻ ദൈവം ഇന്ന് പകൽ ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം.